ഹായ്, ഗുഡ് മോർണിംഗ്. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ടു ചാപ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ്. ഫസ്റ്റ് ചാപ്റ്റർ എന്തായിരുന്നു? കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസും. സെക്കൻഡ് ചാപ്റ്റർ ആസിഡ് ബേസസ് ആൻഡ് സോൾട്ട്സ്. നിങ്ങൾ അതിന്റെ വീഡിയോസിലൂടെ ഗോ ത്രൂ ചെയ്തെന്ന് വിചാരിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം. ഞാനത് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇന്ന് നമ്മൾ പുതിയൊരു ചാപ്റ്ററായ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്താണ് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വല്ല ഐഡിയ ഉണ്ടോ? നമ്മൾ പീരിയോഡിക് ടേബിൾ കുറെ എലമെന്റ്സിനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ, ഇൻക്രീസിങ് ഓർഡർ അല്ലെങ്കിൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്താ അവരുടെ പ്രോപ്പർട്ടീസ് ഒക്കെ ബേസ് ചെയ്തിട്ട് അവർ ഓരോ ഗ്രൂപ്പ്സ് പീരീഡ്സ് ഒക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട് അല്ലെ. അങ്ങനെ ഗ്രൂപ്പ്സും പീരീഡ്സ് ഒക്കെ ആക്കി വെച്ചതിന് നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ ഗ്രൂപ്പ്സും പീരീഡ്സ് ഒക്കെ ആയി വെച്ചതിൽ അതിൽ രണ്ട് വരുന്ന ഗ്രൂപ്പ്സ് ആണ് എന്ത് ഗ്രൂപ്പ്സ് എന്നല്ല, അതിൽ വരുന്ന ഒരു ഗ്രൂപ്പ്സ് ഓഫ് എലമെന്റ്സ് ആണ് മെറ്റൽസും നോൺ മെറ്റൽസും. അതിൽ മെറ്റൽസിന്റെയും നോൺ മെറ്റൽസിന്റെയും കാര്യം വരുമ്പോൾ എങ്ങനെയായിരിക്കും? മെറ്റൽസ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും എക്സാമ്പിൾസ് നിങ്ങൾക്ക് അറിയോ? മെറ്റൽസ് ഏതാണ്? നമുക്ക് അയൺ, ഗോൾഡ്, സിൽവർ ഒക്കെ പറയാം. നമ്മൾ എന്താ അയൺ, ഗോൾഡ് ഒക്കെ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു? ഓർണമെന്റ്സ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അയൺ ഒക്കെ എന്തിനാ? ഹെവിയർ ആയിട്ടുള്ള എക്യുപ്മെന്റ്സ്, അതായത് നല്ല കട്ടി കൂടിയ എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, കൾട്ടിവേഷൻ പർപ്പസിനുള്ളതൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലെ. ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. അയൺ, സിൽവർ, ഗോൾഡ്, ഇവരൊക്കെ എന്താ? അവർ മെറ്റൽസും. കാർബൺ, സൾഫർ, റെഡ് ഫോസ്ഫറസ് ഒക്കെ എന്താ? നോൺ മെറ്റൽസും ആണ്. ഇത് കാർബൺ, സൾഫർ ഒക്കെ എന്താ? കാർബൺ എന്താ? നമ്മൾ കത്തിച്ചതിന് ശേഷം ബാക്കി ഉണ്ടാവുന്ന കൽക്കരിയില്ലേ, കോള്, അതിന്റെയൊക്കെ ഒരു കോമ്പൗണ്ട് ആണ് കാർബൺ. അത് എങ്ങനെയാണ്? നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ തന്നെ അത് പൊട്ടും അല്ലെ. ബട്ട് അയൺ, സിൽവർ, ഗോൾഡ് ഒന്നും നമ്മൾ കൈ കൊണ്ട് ഉപയോഗിച്ചാലൊന്നും നമുക്ക് അത്ര പെട്ടെന്ന് പൊട്ടിക്കാൻ പറ്റാത്ത ആണ് അല്ലെ. ഇനി നമുക്ക് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാന്ന് നോക്കാം. ഹാർഡ്നെസ് എന്താ? മോസ്റ്റ് ഓഫ് ദ മെറ്റൽസ് എന്താ? ഹാർഡാണ്. അത് നമുക്കറിയാം. നമ്മൾ കണ്ട എക്സാമ്പിൾസ് തന്നെ നമുക്ക് പറയാം. പക്ഷെ എക്സെപ്ഷൻ കേസ് ഉണ്ട്. ഏതൊക്കെയാ? സോഡിയം, പൊട്ടാഷ്യം, ലിഥിയം, ഇവരൊക്കെ എന്താ? സോഫ്റ്റ് മെറ്റൽസ് ആണ്. ഇവര് സോഫ്റ്റ് ആവാൻ കാരണം എന്താ? നമ്മള് ജസ്റ്റ് ഒരു കത്തി ഉപയോഗിച്ചാൽ കൂടെ നമുക്ക് ഇതിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഏതൊക്കെ? സോഡിയം, പൊട്ടാഷ്യം, ലിഥിയം. പിന്നെ സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ എന്താ? മെറ്റൽസ് സ്ട്രോങ്ങർ ആണെന്ന് നമുക്കറിയാം അല്ലെ. പിന്നെ കൂടുതൽ മെറ്റൽസും ഏത് ഫിസിക്കൽ സ്റ്റേറ്റിലായിരിക്കും എക്സിസ്റ്റ് ചെയ്യാം? 3 ഫിസിക്കൽ സ്റ്റേറ്റ്സ് ആണുള്ളത്. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. അതിൽ ഏത് ഫിസിക്കൽ സ്റ്റേറ്റിലായിരിക്കും കൂടുതൽ എക്സിസ്റ്റ് ചെയ്യാം? സോളിഡിലായിരിക്കും. പക്ഷെ ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് അതെന്തായിരിക്കും? അത് മെൽറ്റ് ആവാൻ സാധ്യതയുണ്ട് അല്ലെ. അപ്പോൾ പിന്നെന്താ? രണ്ട് മെറ്റൽസ് ഹിറ്റ് ചെയ്യുമ്പോൾ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ആ പ്രോപ്പർട്ടിക്ക് പറയുന്നതാണ് സോണോറസ്. ഒരു എക്സാമ്പിൾ നമുക്ക് പറയുകയാണെങ്കിൽ, നമ്മൾ സ്കൂൾ ബെൽസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. സ്കൂൾ ബെൽസ് ഒരു ഹാമർ വേറൊരു മെറ്റലിന്റെ മേലെ, ഹാമർ ഒരു മെറ്റലാണ് നമുക്കറിയാം, വേറൊരു മെറ്റൽ സർഫസിൽ കത്തിക്കുമ്പോൾ എന്തായാലും ശബ്ദം പ്രൊഡ്യൂസ് ചെയ്യും അല്ലെ. അപ്പൊ അങ്ങനെ രണ്ട് മെറ്റൽസ് ഹിറ്റ് ചെയ്യുമ്പോൾ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് എന്ത്? സോണോറസ്. കണ്ടക്ഷൻ എന്ന് പറയുമ്പോൾ എന്താ? മെറ്റൽസ് ആർ വെരി ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആൻഡ് ഹീറ്റ്. അതുകൊണ്ടാണ് നമ്മൾ യൂട്ടൻസിൽസ് ഒക്കെ എങ്ങനെയാണ് നമ്മൾ വെസൽസ് യൂസ് ചെയ്യുന്നത്? അതുകൊണ്ടല്ലേ നമുക്ക് ഫുഡ് കുക്ക് ചെയ്യാൻ പറ്റുന്നത്. അലുമിനിയം ഒക്കെ മെറ്റൽസ് യൂസ് ചെയ്ത്, അലുമിനിയം എന്ന മെറ്റൽ യൂസ് ചെയ്ത് ഉണ്ടാക്കുന്ന വെസൽസ് വെച്ചിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത് അല്ലെ. അത് ചൂടാവുന്നതുകൊണ്ടല്ലേ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇലക്ട്രിസിറ്റി എങ്ങനെയാ? നമ്മള് വയർ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന കോപ്പർ വയേഴ്സ് ഒക്കെ എങ്ങനെയാ? അവര് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. പിന്നെ മാലിയബിലിറ്റി എന്ന് പറയുന്നത് മെറ്റൽസിനെ തിൻ ലെയേഴ്സ് ആക്കി മാറ്റാനുള്ള, തിൻ ഷീറ്റ്സ് ആക്കി മാറ്റാനുള്ള പ്രോപ്പർട്ടിയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാലിയബിലിറ്റി. മെറ്റൽസിനെ തിൻ ഷീറ്റ് ആക്കുന്ന പ്രോപ്പർട്ടിയാണ് മാലിയബിലിറ്റി. അതിന് എക്സാമ്പിൾ നമ്മൾ അലുമിനിയം ഫോയിൽ പേപ്പേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെ? അലുമിനിയം ഷീറ്റ് ആക്കി മാറ്റുകയാണ് അലുമിനിയം മെറ്റലിനെ. അതേപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ ആണ് എന്താ? അയേൺ ഷീറ്റ്. അയേണിനെ ബീറ്റ് ചെയ്ത് ഷീറ്റ് ആക്കി നമ്മൾ എന്തുണ്ടാക്കാൻ യൂസ് ചെയ്യുന്നുണ്ട്? വലിയ വലിയ ഷിപ്സ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നു. ഡക്റ്റിലിറ്റി എന്ന മാലിയബിലിറ്റി തിൻ ഷീറ്റ് ആണെങ്കിൽ, ഡക്റ്റിലിറ്റി തിൻ വയേഴ്സ് ആക്കാനുള്ള പ്രോപ്പർട്ടിയാണ് ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. ഈ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് എങ്ങനെയാ? നമ്മൾ ഓൾറെഡി പറഞ്ഞു, വെരി ഹൈ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ആയിരിക്കും മെറ്റൽസിന്. കാരണം നമ്മൾ അത്രയും വെരി ഹൈ ടെമ്പറേച്ചർ കൊടുത്താൽ മാത്രമേ മെറ്റൽസ് എന്താവുള്ളൂ? മെൽറ്റ് ആവുള്ളൂ. അതേപോലെ തന്നെ എക്സെപ്ഷൻ കേസ് ഉണ്ടാവും. ഏതാ? സോഫ്റ്റ് മെറ്റൽസിന്. സോഫ്റ്റ് മെറ്റൽസ് ഏതൊക്കെയായിരുന്നു? സോഡിയം, പൊട്ടാഷ്യം. ഇവരൊക്കെ എങ്ങനെയായിരിക്കും? വെരി ലോ ടെമ്പറേച്ചറിൽ തന്നെ അവരുടെ ബോയിലിംഗും മെൽറ്റിംഗ് പോയിന്റും മാത്രം എന്തായിരിക്കും? കുറവായിരിക്കും വെൻ കമ്പയർ ടു അതർ മെറ്റൽസ്. പിന്നെ ഡെൻസിറ്റി എങ്ങനെയായിരിക്കും? മെറ്റൽസ് ഹാവ് വെരി ഹൈ ഡെൻസിറ്റി. അപ്പൊ നമ്മൾ എന്തൊക്കെ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽസ് ആണ് നോക്കിയത്? ഡെൻസിറ്റി, മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്, ഡക്റ്റിലിറ്റി, മാലിയബിലിറ്റി,
ഹാർഡ്നെസ്, സ്ട്രെങ്ത്, സ്റ്റേറ്റ്, കണ്ടക്ഷൻ. ഇത്രയും പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ നോക്കിയത്. ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം. ഇനി നമുക്ക് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് നോൺ മെറ്റൽസ് ഡിസ്കസ് ചെയ്യാനായിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രോ മാത്രമേ ഈ ചാപ്റ്ററിന് കൊടുത്തിട്ടുള്ളൂ. ഇത് കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ദാറ്റ്സ് ഓൾ. താങ്ക് യു.